കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം. 10ാം ബ്ലോക്കിലെ താമസക്കാരനായ അനീഷിനെ കാട്ടാന ചവിട്ടിക്കൊലപ്പെടുത്തി. ഇന്ന് പുലർച്ചെ വീട്ടുമുറ്റത്ത് വെച്ചായിരുന്നു ആക്രമണം. പുലർച്ചെ വീടിന് പുറത്തിറങ്ങിയതായിരുന്നു അനീഷ്. ഈ സമയം മുറ്റത്തെ പ്ലാവിലെ ചക്ക തിന്നാനായി എത്തി കാട്ടാനയുടെ മുന്നിൽ അനീഷ് അപ്രതീക്ഷിതമായി അകപ്പെടുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന ഭാര്യയെയും കുഞ്ഞിനെയും സുരക്ഷിതമായി മാറ്റാൻ അനീഷിന് സാധിച്ചെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ആന അനീഷിനെ തുമ്പിക്കൈ കൊണ്ട് നിലത്തടിച്ച് ചവിട്ടുകയായിരുന്നു. ഇത് പ്ലാവിൻ്റെ ഈ ചക്ക പറിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒച്ച കേട്ടിട്ട് ഇവർ ഒച്ച കേട്ടിട്ടാണ് പുറത്തിറങ്ങുന്നത്. അവിടുന്ന് ഇവർ പുറത്തിറങ്ങുന്ന കണ്ടപ്പോൾ ആന അവിടെ നിന്ന് ചാടിക്കയറി. അപ്പോൾ അമ്മയും കുട്ടികളും ഉണ്ടായിരുന്നു. അവരെ ഇതിലൂടെ അങ്ങോട്ട് കയറിയിട്ട് ഇവൻ പുറകോട്ട് പോയി അതിലൂടെ കയറാൻ വേണ്ടി. പക്ഷെ അവിടെ എത്തുമ്പോഴത്തേക്ക് പുറത്തും കഴിഞ്ഞു. ഗുരുതരമായി പരിക്കേറ്റ് 1 മണിക്കൂറിലധികം അനീഷ് മുറ്റത്ത് കിടന്നതായും വിവരമറിയിച്ചിട്ടും RRT ഉദ്യോഗസ്ഥർ എത്താൻ വൈകിയെന്നും നാട്ടുകാർ ആരോപിച്ചു. കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ അനീഷിന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്നാണ് കുടുംബത്തിന്റെ പരാതി. ആനമതിലൊക്കെ എന്ന് പറയുന്നത് മന്ദഗതിയിലാണ്, ശരിക്കും സ്പീഡപ്പില്ല കാര്യങ്ങൾ. കാരണം ഇത്രയും രൂക്ഷമായ രീതിയിൽ വന്യമൃഗശല്യമുള്ള മേഖലയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് നടപടി എന്ന് പറയുന്ന ഒന്നുകൂടി സ്പീഡപ്പ് വരുന്ന രീതിയിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നല്ലൊരു അനാസ്ഥയുണ്ട്. ആറളം ഫാമിലെ ആനമതിലിന്റെ നിർമ്മാണം പൂർത്തിയാകാത്തതും നിലവിലുള്ള സോളാർ ഫെൻസിംഗ് കാര്യക്ഷമമല്ലാത്തതുമാണ് കാട്ടാനശല്യം രൂക്ഷമാകാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.